ഈ കൊച്ചിയിലെ ഹിജാബ് വിവാദത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്നും ക്ലാസ്സിലെത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടി ഇന്ന് സ്കൂളിൽ എത്താത്തതെന്ന് കുട്ടിയുടെ പിതാവ് അറിയിച്ചു. 2ാം ദിവസമാണ് കുട്ടിക്ക് ക്ലാസ് നഷ്ടമാകുന്നത്. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, ഈ ഒരു വിവാദത്തിന് ശേഷം ഇപ്പൊ 2 ദിവസമായി കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല. കുട്ടിയെ ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പിതാവ് പറയുന്നു. അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ കുട്ടിയെ ഇതേ സ്കൂളിലേക്ക് തന്നെ അയക്കുമെന്നോ മറ്റോ പിതാവ് പറയുന്നുണ്ടോ? എന്താണ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഗുഡ് ഈവനിങ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഏകദേശ പര്യവസാനമായി എന്ന് കരുതിയ ഘട്ടത്തിൽ ആണ് വീണ്ടും ഈ വിഷയം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന പ്രസ്താവനകൾ കാരണമായി എന്നതും നമുക്കറിയുന്ന കാര്യമാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെങ്കിൽ ഇന്നലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടി സ്കൂളിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ അവരുടെ കുടുംബം അറിയിച്ചത് കുട്ടിക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് കുട്ടി സ്കൂളിലേക്ക് എത്തില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ഇന്നും ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പും നമ്മൾ ആ കുട്ടിയുടെ പിതാവ് അനസുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഡോക്ടർ 3 ദിവസത്തെ റെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം അവധി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാകും കുട്ടി സ്കൂളിലേക്ക് വരുന്ന കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സ് പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ മാനസിക പ്രയാസമുണ്ട്. സ്കൂളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിയോടുകൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. കുട്ടിയോട് സംസാരിച്ച് കുട്ടി ഓക്കെ ആണ് എങ്കിൽ ഈ ആരോഗ്യ പ്രശ്നം മാറിയ തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയെ സ്കൂളിലേക്ക് വിടും എന്നതാണ് കുട്ടിയുടെ പിതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത്. നമുക്കറിയുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഹൈബിയുടെ എംപിയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും സ്കൂളിലെത്തുന്നതും സ്കൂൾ മാനേജ്മെന്റുമായും അതുപോലെ വിദ്യാർത്ഥിയുടെ ഈ കുടുംബവുമായും ഒരു സമവായ ചർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ആ ചർച്ചയ്ക്ക് ശേഷം ഇനി സ്കൂളിലെ നിയമാവലി പാലിച്ചുകൊണ്ട് യൂണിഫോം ധരിച്ചുകൊണ്ട് കൃത്യമായി കുട്ടി സ്കൂളിൽ എത്തും എന്ന തീരുമാനത്തിലേക്ക് കുട്ടിയുടെ കുടുംബം, കുട്ടിയുടെ രക്ഷിതാവ് എത്തിയതാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഭാഗത്തു നിന്നും പോകുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്കൂളിനെതിരെ ഒരു പരാമർശം നടത്തുന്നതും പ്രശ്നം വീണ്ടും കുറച്ചുകൂടി വഷളാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇന്നലെയും ഇന്നും കുട്ടി സ്കൂളിലെത്തിയിട്ടില്ല. 2 ദിവസം കുട്ടിയുടെ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് കുട്ടി സ്കൂളിലേക്ക് എത്തിയാൽ മറ്റൊരു വിധത്തിലുള്ള പ്രതിസന്ധികളുമില്ല, കുട്ടിക്ക് പഠനം ഒരു തരത്തിലും തടസ്സപ്പെടില്ല. പക്ഷേ മുന്നോട്ടും ഒരിക്കലും ഒരു നിയമാവലിയിലെ ഒരു നിയമവും തങ്ങൾ തെറ്റിക്കില്ല എന്ന ഉറപ്പ് ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന്, കുട്ടിയുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം അത് സ്കൂളിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്, സ്കൂളിന്റെ സമാധാനപരമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പും കുട്ടിയുടെ രക്ഷിതാവുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നമുള്ളതിനാലും കുടുംബത്തിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളതിനാലും കുട്ടി ഈ വരുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ എത്തില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 3 ദിവസത്തേക്കാണ് അവധിയെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ 3 ദിവസത്തെ അവധിക്ക് ശേഷം കുട്ടിയോട് സംസാരിച്ച് കുട്ടി മാനസികമായി ഓക്കെയാണ് എങ്കിൽ സ്കൂളിലേക്ക് തന്നെ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഉടൻ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്ന ഒരു ചർച്ചയായിരുന്നു ഈ വിഷയം. തുടക്കത്തിൽ തന്നെ രമ്യമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമായിരുന്നു. പക്ഷേ പലയിടങ്ങളിൽ നിന്നും സാഹചര്യം മനസ്സിലാക്കാതെ ഉണ്ടായ പ്രതികരണങ്ങൾ, ഇടപെടലുകളാണ് ഇത്തരത്തിൽ ഈ പ്രശ്നം വഷളാക്കിയത്. എന്തായാലും 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കാൻ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പഠനം ഇത്തരത്തിലൊരു വിഷയത്തിന്റെ പേരിൽ തകരാൻ പാടില്ല. ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇത്തരത്തിലൊരു മതം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ, അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്താനും പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. രമ്യമായി പരിഹരിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾ ഇതോടുകൂടി കെട്ടടങ്ങുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. റോഷ്നി, തീർച്ചയായും. എന്തായാലും കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കുട്ടി ഇതേ സ്കൂളിലേക്ക് തന്നെ എത്തുമോ എന്നുള്ളതും ചോദ്യമാണ്. നമുക്ക് കാത്തിരുന്നറിയാം.